ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ഏറ്റു ബ്രദേഴ്സ് ഹോം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെ അടുത്തോട്ട് എങ്ങനെയുണ്ട് മഴയൊക്കെ? ഇവിടെ ഇന്ന് നല്ല മഴയാണത്. ഇവിടെ എല്ലാം മഞ്ഞ് മൂടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഇത് മഴയത്ത് നിന്ന് വ്ളോഗ് എടുക്കുന്നതെന്ന്. ഞാൻ കട വരെ ഒന്ന് പോവുകയാണ്. അതിന് കയറിയപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. കാരണം ചില ദിവസം നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ കേരളത്തിലിപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ അത്ര സന്തോഷകരമായ വാർത്തകളൊന്നും അല്ല ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വിഷമമുണ്ട്. ഞാനും ഒരു ഭാര്യയാണ്, മരുമോളാണ്, ഒരമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ആത്മഹത്യകൾ എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. കാരണം കൈക്കുഞ്ഞിനെയും കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞു മക്കളെയും കൊണ്ട് വരെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ട വരുന്ന അവസ്ഥ എന്ന് പറയുമ്പം എന്താ പറയുക, ഒരുപാട് ഒരു വിഷമം തോന്നുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു വിവാഹിതയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ല കല്യാണം തീരുമാനിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാളായിട്ട് പ്രണയത്തിലിരിക്കുന്ന പെൺകുട്ടികളോടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതും ഇപ്പം വിവാഹ പ്രായത്തിലേക്ക് കയറുന്ന പെൺകുട്ടികളും ഇത് മാക്സിമം നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം മാത്രം ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളതിനൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ പെൺകുട്ടികൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ അത് വീട്ടുകാർക്ക് മോശമാണ്, നാട്ടുകാർക്ക് മോശമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ എന്താ കല്യാണം ആയില്ലേ, ഇനി കെട്ടുന്നില്ല, എന്താ കെട്ടാത്തെ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും. നീ അത്രയും പഠിച്ചത് മതി, ഇനി കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാം, അതുകൊണ്ട് നീ വിവാഹത്തിലേക്ക് പോകണമെന്നും പറഞ്ഞ് ഫോഴ്സ് ചെയ്യും. എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ വിവാഹം കഴിക്കാൻ നിൽക്കരുത്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറയാനും എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ സ്വന്തം ഇപ്പോൾ എന്നാണേലും ഒരു എഡ്യൂക്കേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഇത് നിങ്ങൾക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ജോലി മേടിക്കുക. ഒരു ജോലി മേടിച്ചതിന് ശേഷം വീട്ടുകാരുടെ അല്ല അച്ഛൻ്റെയോ അമ്മയോട് സഹായമില്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഒറ്റയ്ക്ക് നിങ്ങൾ തന്നെ ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കി ആ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾ ഒറ്റയ്ക്ക്, ഈ പറയുന്ന അച്ഛൻ്റെ സഹായം പാടില്ല, അമ്മയുടെ സഹോദരന്മാരുടെ ആരെയും സഹായം ഇല്ലാതെ നിങ്ങൾ തന്നെ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് നിന്നതിന് ശേഷം മാത്രം മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുക. കാരണം നാളെ ഒരു പ്രശ്നം വന്നാലും ഈ ഒരു എക്സ്പീരിയൻസ് മാത്രം മതിയാവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പം നടന്ന പല ആത്മഹത്യകളുടെയും കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നുമോളെ, നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ പാടില്ലായിരുന്നു, നീ എന്തിനു സഹിച്ചു നിന്നു, നീ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നിനക്ക് മുന്നോട്ട് പോയിക്കൂടായിരുന്നോ. പക്ഷേ എന്നാ പറയുന്നത്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആകാത്ത എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് പോസിബിൾ അല്ല. അത് പറയാൻ നമുക്ക് കമൻറ്റിലൊക്കെ ഇങ്ങനെ വന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. മോളെ നിനക്കത് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ. ശരിയായിരിക്കും, പക്ഷേ എന്നാ പറയുന്നത്, അതൊരിക്കലും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്നെക്കൊണ്ടാണെങ്കിൽ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ എന്ത് കാര്യത്തിന് എൻ്റെ ഹസ്ബൻഡിന്, കാരണം ഞാനത് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഫിനാൻഷ്യലി എനിക്ക് മുന്നോട്ട് എൻ്റേതായ ഒരു പിടിച്ചു നിൽപ്പില്ല, ഒരു ഉറപ്പില്ല. തന്നെയല്ല എന്ത് പ്രശ്നം ഉണ്ടായാലും എങ്ങോട്ട് പോയാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യും, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ നോക്കും, ആ ഒരു ചിന്ത എനിക്കുണ്ട്. കാരണം ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അവർ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ മക്കളെ നോക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പം എനിക്കതിന് പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒന്നും നിന്നിട്ടുള്ള ഒരാളല്ല. ഞാനങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല, അങ്ങനെ ജോലി ചെയ്തിട്ടില്ല. എനിക്കതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി എന്ത് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രമാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഇപ്പോൾ ജോലിയുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും
അവർക്ക് മക്കളെ ഓർത്തുകൊണ്ട് അവരവിടെ നിൽക്കും. കാരണം ഞാൻ എൻ്റെ മക്കളെ ഇപ്പം എൻ്റെ ഒരു വാശിക്ക് ഞാൻ ഇറങ്ങിപ്പോയാൽ നാളെ അവരുടെ ഭാവി ഇല്ലാതാവുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് പല പെണ്ണുങ്ങളും പലയിടത്തും അവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേരത് പുറത്ത് വരാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്, കുറേ പേരത് ഉള്ളിലൊതുക്കി ജീവിക്കുന്നുണ്ട്. ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് ഏറ്റവും അധികം കൂടുതൽ. പുറത്ത് വന്നവർ വളരെ വിരളമായിട്ടേ ഉള്ളൂ. കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സ് പെൺകുട്ടികൾക്കില്ല. തന്നെയല്ല ഇപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നീ അത് സഹിക്കണം, സഹിച്ചേ പറ്റൂ. ഇങ്ങനെ സഹിച്ചാലാണ് നമുക്ക് ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്ത് നീ തിരിച്ചു പോകുമെന്ന് പറയുന്ന പേരൻസാണ് നമുക്ക് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നമുക്കൊരു നിൽപ്പില്ല, കയറി ചെല്ലുന്നിടത്ത് നമുക്കതൊരു നമ്മളൊരു ബാധ്യതയാവുമെന്ന് തോന്നുന്നിടത്ത് നമ്മൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ വീട്ടുകാർക്ക് ഒരു കല്യാണം ആകുമ്പോൾ വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഡാൻസായി, പാട്ടായി, ബിരിയാണിയായി, മന്തിയായി, ഇങ്ങനെ ആഘോഷങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ജീവിക്കുന്നത്. ഒരു പരിചയമില്ലാത്തൊരു വീട്, പരിചയമില്ലാത്തൊരു സാഹചര്യം, പരിചയമില്ലാത്ത ആൾക്കാർ, അവരുടെ കൂടെ മുന്നോട്ട് ജീവിച്ചുകൊണ്ട് പോകുന്നത് നമ്മളാണ്. ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നാലേ നമുക്കവിടെ നമ്മൾ പ്രതീക്ഷ പോലെ നിൽക്കാൻ പറ്റുന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നത് എന്തിനാ, നിന്നെ ഇത്ര രൂപ കൊടുത്താണ് കെട്ടിച്ചത്, അതിൻ്റെ കട അവിടെയുണ്ട് ഇവിടെയുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ നീ അതങ്ങ് സഹിച്ച് നീ അങ്ങ് നിൽക്കുക. ഇങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ്. നമ്മൾ പെൺകുട്ടികളാണ്, നീ ആ ഭൂമിയോളം അങ്ങ് സഹിക്കുക. അല്ലാതെ ഇപ്പം നീ വന്ന അനീത്തിയുടെ കാര്യം എന്താവും, അനിയൻ്റെ കാര്യം എന്താവും, നാത്തൂൻ്റെ കാര്യം എന്താവും, അതുകൊണ്ട് നീ എങ്ങനെയാലും അവിടെ പിടിച്ചു നിൽക്കുക എന്നേ വീട്ടുകാരും പറയുള്ളൂ. പോസിബിളി നോക്കുകയാണെങ്കിൽ നമുക്ക് പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ വീടും ഇല്ല, നമ്മുടെ സ്വന്തം വീടും ഇല്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. നമ്മൾ പിന്നെ എന്ത് കാര്യത്തിനും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരിക്കലും ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞാൽ നിങ്ങൾ എടുത്തു ചാടി ഒരു കല്യാണത്തിലേക്ക് നിങ്ങൾ പോവണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ കല്യാണം തന്നെ കഴിച്ച് മുന്നോട്ട് ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായില്ലേ? കല്യാണം അല്ല ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന കല്യാണം അതാണ് ജീവിതത്തിലല്ല. അല്ല, നമ്മൾ സ്വയം നമുക്ക് വേണ്ടി ജീവിക്കണം. കാരണം ഇപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും നിർബന്ധത്തിന് വേണ്ടി നമ്മൾ കല്യാണം കഴിച്ചു. പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും നേടിയിട്ടില്ല, നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് നേട്ടമാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ട് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം ജോലി ചെയ്ത് സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആവുക. ഞാൻ ഓക്കെയാണ്, എനിക്ക് ഞാനേ ഉള്ളൂ. നമ്മളെ തന്നെ സ്നേഹിക്കുക. സെൽഫ് ലവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എനിക്ക് ഞാനേ ഉള്ളൂ, വേറെ ആരുമില്ല ഒരു ഡിസിഷനിൽ അല്ല, ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് നമ്മളേ ഉള്ളൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരുമില്ല. നമ്മൾ ചിലപ്പം നമ്മുടെ ഭർത്താവിനോട് വിഷമം പറയും, അത് ഭർത്താവ് മനസ്സിലാക്കണം എന്നില്ല. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന വിഷമമായിരിക്കില്ല അവർ മനസ്സിലാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മുടെ അച്ഛനോടും അമ്മയോടും പറയും, അവരെന്താ പറയുന്നത്, സഹിക്കുക. പിന്നെ ഒരു വിഷമം വരുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളൂടാ, വേറെ ആരുമില്ല. നമ്മുടെ വിഷമം നമുക്കേ മനസ്സിലാവൂ. അത് നമുക്ക് മാത്രമാണ് ഒരു വിഷമം, മറ്റുള്ളവർക്ക് അതൊരു കഥകളാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ എടുത്ത് ചാടി ആരും കല്യാണത്തിലേക്ക് മുതിരണ്ട. കാരണം ഈ പറയുന്ന സുഖം അല്ലെങ്കിൽ TV കാണിക്കുന്ന പോലെ ഈ റീൽസിലൊക്കെ കാണിക്കുന്ന ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ അത് ആ റീലിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പോൾ റീലിൽ അവർ ഭർത്താവ് ഭാര്യനെ പൊക്കുന്നു, ഭാര്യ ഭർത്താവിനെ എടുത്ത് കറക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് അതാണ് ജീവിതം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പം എടുത്ത് ചാടി വിവാഹത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല. പിന്നീട് അവിടെ തല്ലായി, പ്രശ്നമായ, ആത്മഹത്യ ചെയ്യും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുക. ആർക്കും വേണ്ടി ഇൻഡിപെൻഡൻ്റ് ആവാതിരിക്കുക. കാരണം എനിക്ക് പുറത്ത് വരാൻ പറ്റത്തില്ല, പക്ഷേ ഇനിയുള്ള പെൺകുട്ടികൾ അങ്ങനെ ആവരുത്. പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഒരു പ്രശ്നമില്ല, ദൈവം സഹായിച്ച് ഒരു പ്രശ്നമില്ല. എന്നെ വിവാഹം കഴിച്ചൊരു വ്യക്തി അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. എനിക്കങ്ങനെ മറ്റൊരു ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ
എല്ലാവരും അങ്ങനെ അല്ലല്ലോ. പുറമേന്ന് ചിലപ്പോൾ നോക്കുമ്പോൾ നല്ല സൗന്ദര്യമുണ്ട്, കാശുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ്റെ ഉള്ളിലുള്ള മൃഗത്തെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മരിച്ചായി വിഭജിക എന്ന് തോന്നുന്നു, ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂ കുറേ ഞാൻ കണ്ടായിരുന്നു. അതിൽ ആ അച്ഛൻ പറയുന്നുണ്ട്, കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നെ ആ സമയത്ത് കല്യാണം നടന്നില്ലെങ്കിൽ അത് നാണക്കേടാണ്, വീട്ടുകാരുടെ നാട്ടുകാരുടെ മുന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഇവൻ്റെ പല സ്വഭാവ ദൂഷ്യങ്ങളും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആ ചേച്ചി മരിച്ചതിന് ശേഷം ആ അമ്മ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ഭയങ്കര മോളെ ഉപദ്രവിക്കുക, ഒരു അരമണിക്കൂറോളം കഴുത്തേലൊക്കെ കുത്തിപ്പിടിച്ചിട്ട് അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അത് ഇവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവരെ അച്ഛനെ അമ്മേനെ വിളിച്ചു എന്ന് പറഞ്ഞ ആ പെൺകുട്ടീനെ ഒരുപാട് അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്നെ പറയുന്നേ, സത്യം പറഞ്ഞ ആ മോളും കൊച്ചുമോളും മരിച്ച് ഈ അച്ഛനും അമ്മയും കരയേണ്ട ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും ആ പെൺകുട്ടീനെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും എന്താ പറയുന്ന, അവരാണ് ആ പെൺകുട്ടിയെ കൊന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്ന് മോള് മരിച്ചു, കൊച്ചുമോള് മരിച്ചു എന്ന് പറഞ്ഞ് ഈ അച്ഛനും അമ്മയും അലമുറയിട്ട് കരയേണ്ട വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ അച്ഛനും അമ്മയും സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര സഹിച്ച് നീ അവൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല, മോളെ നീ ഇങ്ങോട്ട് പോരാ, നിൻ്റെ അച്ഛനും അമ്മയെ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടീനെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അന്നേരം അങ്ങനെ മോളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, മറ്റുള്ളവരുടെ വിവാഹ ജീവിതം എന്താവും, അല്ലെങ്കിൽ ഇവളുടെ മൂത്തതുങ്ങളുടെ കാര്യം എന്താവും, താഴത്തങ്ങളുടെ കാര്യം എന്താവും, അവരുടെ അഭിമാനം നോക്കി അവർ വിളിച്ചില്ല. ഇത്രയും സ്വഭാവദൂഷ്യമുണ്ട്, അല്ലെ സ്വന്തം മോൾ ഇത്രയധികം പീഡിപ്പിക്കപ്പെടുന്നു ആ വീട്ടിൽ എന്ന് അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരുന്നിട്ട് അവസാനം ആ പെൺകുട്ടി പറയുകയും ചെയ്തു, അമ്മ ഈ പുള്ളി ഭയങ്കര ഉപദ്രവമാണ്, കഞ്ചാവാണ്, അതാണ് ഇതാണ്, എനിക്ക് പേടിയാണ് അയാളുടെ കൂടെ ജീവിക്കാൻ, നാളെ ഞാൻ ആ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ആത്മഹത്യയായിട്ട് നിങ്ങൾ കൂട്ടരുത്, അയാൾ എന്നെ കൊന്നതായിരിക്കും എന്ന് വരെ പറഞ്ഞിട്ട് ഇപ്പോഴും അവൻ കൊന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അല്ലാതെ അന്ന് അവൻ അത് പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ മോളെ അവിടുന്ന് കൊണ്ടുവന്നായിരുന്നെങ്കിലോ ഇന്ന് നിങ്ങളുടെ കൂടെ ആ മോളും കൊച്ചുമോളും ഉണ്ടാവില്ലായിരുന്നോ? എല്ലാ ഇപ്പം പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരോട് ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതൊന്നും അല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. സ്വന്തം മോളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണോ അതോ സ്വന്തം മോള് മരിച്ചു കിടക്കുന്നതിന് മുന്നിലിരുന്ന് അലമുറയിട്ട് കരയുന്നതാണോ ജീവിതത്തിൽ ഏറ്റവും വലുതെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ കേൾക്കുന്ന അച്ഛനമ്മമാരാണെങ്കിലും പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയവർ ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ പോലും നിങ്ങളോട് വിളിച്ചിട്ട് അമ്മ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ ഇതുപോലെ ഉപദ്രവിക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആ മോളെ നിങ്ങൾ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരിക. വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവൾക്കൊരു കൊച്ചുമോനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ നോക്കാനുള്ള ഒരു ആരോഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾ നോക്കുക. ആ പെൺകുട്ടീനെ അവൾക്കൊരു ജോലി മേടിച്ചു കൊടുത്ത് അവളെ ജോലിക്ക് പറഞ്ഞു വിടുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ പൊന്നുമോളെ നീ എല്ലാം സഹിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ കൊച്ചുമോളുടെ സ്വന്തം മോളുടെയോ ഫോട്ടോയ്ക്ക് മാല ഇട്ടിരുന്ന് കരയേണ്ടി വരും. അന്നേരം നിങ്ങൾ നോക്കി, അയ്യോ അന്ന് എൻ്റെ മോള് പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്യായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇപ്പോഴും നിങ്ങളുടെ മക്കൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഭർത്താവിൻ്റെ പീഡനം കൊണ്ടോ അമ്മായിമ്മയുടെ പീഡനം കൊണ്ടോ കൊടുന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളെ വിളിച്ചു വരുത്തുക. കാരണം നിങ്ങളുടെ മക്കൾ പോയാൽ നിങ്ങൾക്കേ വേദന ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന മറ്റൊരാൾക്ക് അതിൻ്റെ വേദന ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരുത്തൻ്റെ കീഴിൽ ഇങ്ങനെ കിടക്കാൻ നിങ്ങൾ അവരെ അനുവദിക്കരുത്. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ഉള്ള കഴിഞ്ഞ ദിവസം ആ അച്ഛനും അമ്മയോട് എനിക്ക് ഒരു സഹതാപവും ഇല്ല. കാരണം അവർ ആ ഒരു സമയം ഇച്ചിരി സ്ട്രോങ് ആയിട്ടൊന്ന് മുന്നോട്ട്, അപ്പോൾ അവൻ പാസ്പോർട്ട് പിടിച്ചു വെച്ചു അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പോലീസിൽ പറയുക, പാർട്ടി പ്രവർത്തകരോട് പറയുക, എങ്ങനെയല്ല ആ മോളെ നാട്ടിലെത്തിക്കാൻ നോക്കുക. ആ കുഞ്ഞിനെ ആ മോളെ നാട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞും ആ മോളും ഇന്നവിടെ കണ്ടേനായിരുന്നു. പിന്നെ ഈ പറയുന്ന അമ്മായിമ്മമാർ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഇന്നതുണ്ട് അങ്ങനെ. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കല്യാണം കഴിഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കല്യാണം കഴിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയ ഒരു മാസത്തേക്ക് ആ ഭർത്താവിന് വീട്ടിൽ നിൽക്കുക. അത് കഴിഞ്ഞ് സ്വന്തം ജീവിതം സ്വന്തം വീടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോക്കോളുക.
കാരണം നമ്മുടെ ജീവിതമാണ്, നമ്മളാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. നമ്മൾ കെട്ടിക്കയറി ചെന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ അച്ഛനും അമ്മേനും പരിപാലിക്കാനുള്ള ഹോണേഴ്സായിട്ടല്ലല്ലോ ചെല്ലുന്നത്. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കുക, ഇറങ്ങി. നമുക്ക് നമ്മളേ ഉള്ളൂ, നമ്മുടെ ജീവിതം നമ്മളാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണോ അതോ കരഞ്ഞ് ജീവിക്കണോ, ഒരാളുടെ അടിമയായിട്ട് ജീവിക്കണോ ഒരാളെ സ്നേഹിച്ച് ജീവിക്കണോ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണോ അതോ നമ്മൾ ആത്മഹത്യ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ബലിയാടാകാതിരിക്കുക. ഇപ്പോൾ വിവാഹം കഴിച്ചാലും നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് മാറാനായിട്ട് നോക്കുക. അവിടെ മാറിയിട്ട് നിങ്ങൾ നന്നാവുന്നില്ല, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് ഇങ്ങിട്ടിട്ട് പോരുക. ആർക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഈ പറയുന്ന പോലെ സ്വഭാവദൂഷ്യമുള്ള മക്കളെ കയറി വരുന്ന പെൺമക്കൾ നന്നാക്കിക്കോട്ടെ എന്നാണെങ്കിൽ അതിൽ നിൽക്കരുത്. കാരണം അവർ വഷളാക്കി വെച്ചേക്കുന്നതിനെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക, അത്രേ ഉള്ളൂ. അല്ലെ നമ്മൾ ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ അടിയറവ് വെക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ. കുറച്ചുകൂടെ നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വട്ടപ്പൂച്ച. നിങ്ങൾക്കിത് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട്, നിങ്ങളിത് എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞതിൻ്റെ ബേസിക് കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാണും. പെൺകുട്ടികളോടാണ് ഞാൻ പറഞ്ഞത്. വീട്ടുകാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ അവരുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, നാളെ കല്യാണം കഴിഞ്ഞാലും മുന്നോട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോരുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എന്താ പറയുക, ബി സേഫ് ആൻഡ് ലവ് അവർ സെൽഫ്. ഓക്കെ, ബൈ.